യവാളുടെ അക്കരയിലും അരി കളഞ്ഞ് ഇന്നത്തെ ദിവസം പോയി. നമ്മൾ അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ ഈ ഹെൽത്തൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ അല്ലടാ. വണ്ടി സർവീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പൈസയായി. നീ ഇവിടെ വലിയ സോഷ്യൽ സയൻസ് കാണിക്കണ്ട. മോനിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല മസാല. ബ്രസ്റ്റ് പീസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കൺട്രാക്ട് വരാൻ മാത്രം അറിയാനുള്ള ഒരു ഒറ്റ വ്യക്തിയാണ് ലെവൻ. ഈ മാക്രി ഇവിടെ ഇരുന്ന് പലതും പ്രയോജനം നിങ്ങൾ നോക്കണ്ട. കുറച്ചൊക്കെ ബുദ്ധിയാ തലയ്ക്ക് അവരുടെയൊക്കെ ഉണ്ട്. ആ മുളക് ശരിയായില്ല ഏട്ടാ. ഓക്കെ, വെൽക്കം ടു വിവേക് റോമാൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അതിനെ പറ്റി ഞാൻ പറയാം. പക്ഷെ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ഒന്ന് 2 പാർട്ടായിട്ട് ഇട്ടു. മഹേഷേട്ടന്റെ വീട്ടിൽ പോയിട്ട് മഹേഷേട്ടൻ നമ്മളെ ദം ബിരിയാണി ഉണ്ടാക്കി തരുന്നത് ഇട്ടു. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. പിന്നെ മഹേഷേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്ത് ഇത്രയും സാധനങ്ങളൊക്കെ ആക്കിയ കണ്ടപ്പോഴത്തേക്കും എനിക്കും ചെറിയൊരു വാശി, ഞാനും വീട്ടിലൊന്ന് ഒറ്റയ്ക്ക് പരീക്ഷിച്ചാലോ. പക്ഷെ പേടിക്കണ്ട, എന്നോട് എന്നെ സഹായിക്കാനായിട്ട് ആ വാൽമാക്രി ഉണ്ട്. ഡേയ് ഇവിടെവാടാ. എന്തിനും ഏതിനും നിങ്ങൾ ഇത്രയും നാളും മിസ് ചെയ്ത നിങ്ങളെ സിദ്ധാർത്ഥ്. എന്തെങ്കിലും മുഖത്തോക്കി പറടാ കുളിക്കാത്തവനെ. അച്ഛന്റെ വായി നാറ്റൊടിഞ്ഞു കളഞ്ഞ് ഇന്നത്തെ ദിവസം പോയി. അത് ബാറ്റടിക്കുന്നൊന്നുമല്ല, ഞാൻ നല്ല രീതിയിൽ പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോൾ നീ പല്ലും തേക്കാതെ കുളിക്കാതെ ഇരിക്കുമ്പോ നിന്റെ മൂക്കിന്റെ താഴെ ഇരിക്കുന്ന വായിന്റെ നാറ്റമാണ് നിന്റെ മൂക്കിലോട്ട് അടിക്കുന്നത്. കേട്ടാ? എന്റെ സൈഡിൽ ചിലക്കുന്നവരുടെ വായിന്നുള്ള നാറ്റം അല്ല, അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. നല്ല ലോജിക്. അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണ എന്താണ്? ഒറ്റ ഇടിച്ചിരിക്കും കേട്ടാ. എടാ, നെയ്ച്ചോറും ചിക്കൻ കറി അല്ലെങ്കിൽ പെരട്ട്. അച്ഛൻ ഉണ്ടാക്കണം. ഞാൻ പിന്നെ എല്ലാവരും ഉണ്ടാക്കണം. ഞാൻ കളിക്കും, എനിക്ക് വയ്യ. നീയേ കഴിക്കൂ. ഉക്കനാണ് ഞാൻ ഉണ്ടാക്കി തരും. വേണ്ട, എനിക്ക് ഓടി ഒരു ഫുഡ് പോയ്സണിങ് പിടിച്ചാൽ എനിക്ക് വേണ്ട. അതൊക്കെ കഴിഞ്ഞില്ലേ? ഒന്നുകൂടി കിട്ടൂലോ. ഇനി കിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് ഞാൻ ഉണ്ടാക്കി തരും. എന്തുറപ്പ്? നീ ടേസ്റ്റ് നോക്കിക്കോ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ. ഇവ എന്നെ കുറ്റം പറഞ്ഞു, അപ്പൊ അതെനിക്ക് എന്റെ വാശിയാണ്. നിന്റെ ഈ ഹെൽത്തൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ അല്ലടാ. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും. നീ ഭയങ്കര ഹെൽത്തി ആക്കി എടുക്കും ഞാനില്ല. ആദ്യം നമ്മള് അരി, യവാളുടെ അക്കരയിലും അരി അതെടുത്ത് വെക്കുക. അതില് നമുക്കിപ്പം വേണ്ടത് 2 ഗ്ലാസ് അരിയാണ്. അപ്പം നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മൾ അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ബസുമതി റൈസ് ആണ്. ബസുമതി റൈസ് നമ്മള് 2 ഗ്ലാസ് നമ്മളിതാ ഈ പാത്രത്തിലേക്ക് ഇടുന്നു. വീണ്ടും രണ്ടാമത്തെ ഗ്ലാസ്. ഓക്കെ, ഈ 2 ഗ്ലാസിന്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, യവൻ എനിക്ക് പോലും ഒറ്റയ്ക്കില്ല ഈ ഡയലോഗ് അടിക്കണമെങ്കിൽ. അപ്പൊ ഒറ്റയ്ക്ക്, അതുകൊണ്ട് ഒരു കരുതലോട് കൂടിയിട്ടാണ് ഞാൻ 2 ഗ്ലാസ് ഇട്ടത്. അപ്പൊ 2 ഗ്ലാസ് ഇട്ട് നമ്മള് നല്ലോണം, കണ്ട ബസ്മതി റൈസ് ആണ്, നമ്മൾ നല്ലോണം ഒന്ന് അരി കഴുകണം. അത് മസ്റ്റാണ്. നമ്മളിപ്പം ഏതരിയായിരുന്നാലും കഴുകണം. എന്നാ കഴിവും ഞാൻ കഴിവില്ല. വിജയ എനിക്ക് കഴിവാറില്ല. കഴിവിടാ വിജയ, അല്ലെങ്കിൽ വിജയനെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിങ്ങനെ അധികം ബലം കൊടുക്കാണ്ട് ഒന്ന് അലമ്പി എടുത്താൽ മതി. കേട്ടോ, അരി കഴുകിയ വെള്ളം നമ്മൾ ഇതേപോലെ കളയുന്നു. ഇതൊക്കെ സാധാരണ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് കാണും, ഇതൊന്നും
പ്രത്യേകിച്ച് കാണിച്ച് പറയണം. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് എങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എപ്പോ തൊട്ടാന്ന് പറയാമോ? ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയുള്ളൂ. എക്സ്പീരിയൻസ് എത്ര മിനിറ്റ് ആയിക്കാണല്ലോ? 5 മിനിറ്റ് 5 മിനിറ്റ് ആയിക്കാണല്ലോ. ഞാൻ നന്നായിട്ട് അരി കഴിയും കേട്ടാ. നീ എവിടെ മാറിപ്പോയി സംസാരിക്കും. നീ ഇങ്ങോട്ട് അടുത്തൊന്നും സംസാരിക്കണം. ആവശ്യമില്ല. എനിക്ക് അച്ഛന്റെ പുറത്തടിച്ച് ഞാൻ താഴെ വീഴും. അപ്പ താഴെ വീഴും. സ്പോട്ടിൽ ഡെഡാണ്. ഇവൻ ഈ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ കൊതിക്കണം എന്റെ നെയ്ച്ചോറും ചിക്കൻ പെരട്ടും കഴിക്കാനായിട്ട്. ആ വെളിയിൽ കിടക്കണ 3 മിണ്ടാപ്രാണികളുണ്ട്. പെന്നി അവർക്കൊക്കെ കൊടുത്താൽ മതിയേ. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. ഞാൻ ഈ ഉള്ളി അരിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഈ വിഷമത്തിൽ ഞാൻ തിരിച്ചു വരാം. അപ്പൊ കുറച്ച് ഉള്ളി അരിഞ്ഞ് അതിന് കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണി ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ അരിഞ്ഞ ഉള്ളികളൊക്കെ എന്താണ് ഓക്കെ. വണ്ടി സർവീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൈസയായി എല്ലാം. അപ്പൊ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി നമ്മള് ക്യാരറ്റ്, ഇത് ബീൻസ്, പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, നീ കണ്ടുപിടിച്ചോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സി, നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇത് അടച്ച് ഒരടി അടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. പിന്നെ അല്ലാണ്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ലാസ്റ്റ് ലാസ്റ്റല്ല നമ്മൾ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട്, കറിയിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത്രയും മതിയാവും. നമുക്ക് കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും മതിയാവും. അപ്പം അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ സ്ലോലി പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ഇതൊന്ന് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മള് ആ പഴുവത്തിന് എത്തിയിട്ടുണ്ട്. പഠിച്ച നാളെ എന്ത് പരീക്ഷ? നീ ഇവിടെ വലിയ സോഷ്യൽ സയൻസ് കാണിക്കണ്ട. പരുവം. ഓക്കെ, ഇപ്പൊ പരുവത്തിലെത്തി മാറ്റി. അതുപോലെ നമ്മൾ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ക്യാരറ്റ് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ക്യാരറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മുറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അരിയുന്നു. ഓക്കെ, അപ്പം ഇനി ക്യാരറ്റ് അരിഞ്ഞ് കഴിഞ്ഞു. അത് ബാക്കി നമ്മൾ കാര്യം പ്രിപ്പറേഷൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ ഇനി ഫൈനൽ ഇതിലോട്ട് ഇനിയിപ്പോൾ ക്യാരറ്റ് അരിയണം, ഇത് മുളകൊന്ന് കീറണം, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം ശകലം വെളിച്ചെണ്ണ അതിലൊഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കരുതി വെച്ചേക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പു അതിലേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ സവാള അതിലോട്ട് ഇടുവാണ്. സവാള ഇട്ട് നല്ലപോലെ ഇളക്കണം. ഈ സവാള ഇളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ചൊന്ന് സവാള മൂത്ത് വരുമ്പോഴത്തേക്കും അച്ഛനെ പോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉപ്പിടണം. അപ്പോൾ അത് ആദ്യം സവാള കുറച്ചൊന്ന് മൂക്കട്ടെ. ഉപ്പ് ഇവിടെ നമ്മൾ കൈയുടെ അടുത്ത് എല്ലാം ഈ കൈയുടെ അടുത്ത് വെച്ചോണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ അവസാന നിമിഷം തപ്പാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. സവാള മൂക്കാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. ഓക്കെ,
അങ്ങനെയും ചിലർ ചെയ്യാറുണ്ട്. ചിലരല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡേയ് കൂടുതൽ വിടാൻ നിൽക്കല്ലേ. ഇതിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എപ്പം നമ്മൾ ഉപ്പ് മതി. എൻജോയ് കുറച്ച് 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 എൻജോയ് ഉണ്ടാക്കാൻ നോക്കണത്. അതേ അടിപിടിക്കും. അപ്പൊ നിനക്കത് അറിയാമോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പിടാൻ പോയത്. നല്ല എക്സ്പീരിയൻസ് ആണ്. സവാള നല്ലോണം ഒന്ന് മൂത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉപ്പ് ഇവിടെ പിടിച്ചളക്ക്. ഡേ എനിക്കറിയാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഇളക്കി അവിടെ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കണുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും മല്ലിപ്പൊടി മതി. കുറച്ചും കൂടി ആയിട്ടേ. ഇത്തിരി മല്ലിപ്പൊടി കുറച്ചുകൂടി ഇടടേന്ന് ഇത്രയും മതി. എന്തോ ഇത്രയും മതിടാ, കുറച്ച് ചിക്കനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിന്ന് അവസാനം അതിൻ്റെ ഭയങ്കര ടേസ്റ്റ് വരും. മതി. ഒരു മുളക് പൊടി ഇതിനൊരു 3 സ്പൂൺ ഇടുക. പിന്നെ ഇത്രയും മതി കേട്ടോ മഞ്ഞൾപ്പൊടി. ഇത് കൂടുതൽ മതി. മഞ്ഞൾപ്പൊടി അത്രയും മതി. ടൈറ്റായിട്ട് ഇട്ടിട്ട് ഓക്കെ. അപ്പം അതിവിടെ വച്ചിട്ട് ബാക്കി പ്രോസസ്സിലേക്ക് നമ്മൾ വീണ്ടും ആ തുണിയെടുത്ത് നല്ലപോലെ വീണ്ടും ഇളക്കുക. കരിഞ്ഞ് സൈഡൊക്കെ എന്തോന്ന് വെച്ചാ എന്നിട്ട് നമ്മൾ ഇച്ചിരി ചൂടാണ്, നല്ല വേണ്ടി ശക്തിയുള്ള കൈകൾ കൊണ്ട് അതിനങ്ങോട്ട് എടുത്ത് മാറ്റി. നീ തിരിയാണ് ഓഫ് ചെയ്യും. എന്നിട്ട് ഇതങ്ങ് ഓഫ് ചെയ്യുക. കാരണം അത് കുറച്ച് വലിയ ബേണറാണ്, അത് കുറച്ച് ചെറിയ ബേണർ മതി നമുക്ക്. ഇതിലോട്ട് മാറ്റി നമ്മൾ നല്ലപോലെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. അത് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി. ഓക്കെ, നല്ല ഇളക്കിയ ശേഷം നമ്മൾ ഈ വച്ചിരിക്കുന്ന ഇത് കുറച്ച് ഇങ്ങനെ നോക്കുക. അതിനുശേഷം അത് അവിടെ തന്നെ വയ്ക്കുക. ഇപ്പം എടുത്തിട്ടാണ് ഇത് ഒഴിക്കാറായിട്ടില്ല. അതിൽ ആ ടൊമാറ്റോ കുറച്ചിങ്ങനെ എടുക്കുക. വെരി ഗുഡ്. ടൊമാറ്റോ ഇട്ടിട്ട് അതും കൂടെ ഇട്ട് ഇളക്കണം. അതിനുശേഷം മൂടി പോയി. മതി മതി. വെയിറ്റ് ടൊമാറ്റോ ഒന്ന് ഇനി മൂടു. അതങ്ങനെ ഇരുന്നൊന്ന് ഇതാവട്ടെ. ഏതാവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ തിരി കുറച്ചിടുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. കരിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് ചുമ പറഞ്ഞു പോടാ. എന്റെ പൊന്നെ, ചിക്കൻ്റെ മണം. അപ്പോൾ ഇതിപ്പോൾ 2 മിനിറ്റ് മൂടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടാലും അറിയാൻ പറ്റും. അവർ കാണില്ല അവർക്ക് ബോൺലെസ് ചിക്കൻ ആണെന്നൊന്നും അറിയാൻ പറ്റില്ല. ചിക്കൻ നോർമലി ബോൺ ഉള്ളതും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണ്. ബ്രസ്റ്റ് പീസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പറയടാ. എനിക്കറിയാം. ഭയങ്കര ഹൈ പ്രോട്ടീൻ ആണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എന്ന് പറയുമ്പോഴത്തേക്കും. റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ബ്രസ്റ്റ് പീസ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് കുറച്ച് ഇത് വേവായോ എന്നുള്ളത് നോക്കും. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട്
നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന നമ്മളാ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് അടിച്ച ആ മിക്സിയുടെ ജാറ് കുറച്ചൊന്ന് കഴുകി നമ്മൾ അതിലോട്ട് ഒഴിക്കും. ആ വെള്ളവും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട. ഓൾറെഡി പിന്നെ ചിക്കൻ്റെ വെള്ളം കുറച്ച് ഇറങ്ങും. കൺട്രാക്ട് വരാൻ മാത്രം അറിയാമെന്നുള്ള ഒരു ഒറ്റ വ്യക്തിയാണ് ഒരു സന്തോഷ വാർത്ത എനിക്കിത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ കോപ്പ അമേരിക്കയിൽ നമ്മുടെ അർജന്റീന കൊളംബിയയെ തകർത്ത് ജയിച്ചു. അതാണ് കൊളംബിയാണ് കാര്യമില്ലല്ലോ, ഇത്രയും വലിയ ടീമായ പോർച്ചുഗൽ വന്നില്ലല്ലോ. കോപ്പ അമേരിക്കയില് കോപ്പ അമേരിക്കയിലല്ല, യൂറോ പോർച്ചുഗൽ വന്നില്ല. യൂറോ കപ്പില് പോർച്ചുഗൽ എവിടെ പോയോ എന്തോ. യൂറോ കപ്പില് അമേരിക്ക എടുത്ത് വരാൻ പറ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഡ്രസ് പോലും ഇല്ല. ആർക്ക് കൊടുക്കാൻ? പക്ഷെ മെസ്സി അവിടെ ആ ഒരു ഇത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു അദ്ദേഹം. കപ്പ അമേരിക്കയുടെ കപ്പൊക്കെ അടിച്ച്. അപ്പൊ മെസ്സി കൂട്ടരും മെസ്സി ഫാൻസ് ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന മെസ്സി ഫാൻസിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ദേഷ്യം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാട്ടാ, ഞാൻ മെസ്സി. ഈ ചിക്കൻ കുറച്ച് ഉടയാത്ത രീതിയിൽ വേണം ഇളക്കാൻ. ഞാൻ രണ്ടാമതും കൂടെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമുക്ക് കുറവായിരുന്നു ടേസ്റ്റ് ചെയ്തപ്പോൾ, അങ്ങനെ രണ്ടാമതും കൂടെ ഉപ്പിട്ടു. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ഈ ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി. പിന്നെ അടുത്തത് നമ്മൾ ഇച്ചിരി ചിക്കൻ മസാല ഇടുന്നുണ്ട്. ചിക്കൻ മസാല വളരെ കുറച്ചിട്ടാൽ മതി. ആ ടേസ്റ്റ്, ചിക്കൻ മസാലയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വീണുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്ര ഇട്ടാൽ മതി ചിക്കൻ മസാല. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം അതും കൂടെ ഈ പറഞ്ഞ പോലെ പിടിച്ചാൽ നന്നായിട്ട്. നീ ഇത്തിരി ഇവിടെ ഇരുന്ന് ഇളവണുണ്ട്. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം വയ്ക്കുക. പിന്നെ ഇച്ചിരി കൂടെ വെള്ളം നമ്മൾ ഒഴിക്കുക. മതി, വെള്ളം അച്ചറി മതി. അതിനുശേഷം എൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഞാനൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ സാധനം ഇത് നമ്മൾ രമ്പയില, ബിരിയാണി ഇല എന്നൊക്കെ പറയും. അത് ചിക്കനിൽ ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്യാണ്. ചൈനീസ് വിഭവങ്ങളുടെ ഒരു പരീക്ഷണ കേന്ദ്രമാണ് ഈ ഷാങ്കായ് പുഷ്പൻ. ഓക്കെ, ഇനി അത് ഒന്നുകൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് വെച്ചങ്ങ് മൂടി ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2-5 അത് അവർക്ക് മനസ്സിലായി കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരും ഈ നാളത്തെ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമായിരിക്കും എൻ്റെ ഈ ഒരു കുക്കിംഗ് വീഡിയോ. കാരണം അവർക്ക് ഇത് നോക്കി ഇനി അടുത്ത് വെക്കാമല്ലോ. അവരുടെ ഈ വരാൻ പോകുന്ന അവരുടെ കുക്കിംഗ് ജീവിതം തീർന്നു. അവർക്ക് ഇനി വരാൻ പോകുന്ന ഭാവി വരന്, നല്ല സുന്ദരന്മാരായ ഭാവി വരന്മാർക്ക് വച്ചു കൊടുക്കാൻ പറ്റിയൊരു പ്രിപ്പറേഷനാണ് ഈ ചിക്കൻ. ഈ മാക്രി ഇവിടെ ഇരുന്ന് പലതും പ്രയോജനം നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അവർക്കും കൂടെ ഇതൊരു എന്താ പറയുക, ഉത്തമ പാചക റെസിപ്പി ആയിരിക്കും ഇത്. പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. എൻ്റെ വാ വീണ്ടും പറ്റി. മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഈ വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനും, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ചേർത്തിട്ടുള്ള ഒരു പാചക കൂട്ട്, ഒരു കറിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ വരുന്നു. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ അവിടെ അതേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർന്ന് ഞാൻ ഇച്ചിരി നെയ്യും അതിൻ്റെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് ബേ ലീഫാണ് ഇടുന്നത്. ഓക്കെ, ബേ ലീഫ് നമ്മളിങ്ങനെ പൊട്ടിച്ചെറിയുന്ന കാര്യമില്ല.
അത് ജസ്റ്റ് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇത് നേരെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇടണം. ഇതിപ്പോൾ നമ്മൾ ചോറ് ഇതിലോട്ട് ഇട്ടു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെ അറിയാന്ന് വെച്ചാൽ ഇപ്പൊ ഗൂഗിൾ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് അരി ഇട്ടുകൊണ്ട് നമുക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. നമ്മൾ ആ അരി എടുത്ത് അതേ അളവിനുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഈ ചോറിട്ടിട്ട് അതിങ്ങനെ ഇതിൻ്റെ കൂടെ ഇളക്കുക. പിടിച്ചളക്ക് എനിക്ക് പിടിക്കാതെ ഇളക്കാൻ പറ്റും. എങ്ങനെ ഇപ്പൊ പിടിക്കാനുണ്ടല്ലോ. അപ്പം ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു. തറ വീഴണല്ല. ഓക്കെ, അപ്പോൾ അത് ഇളക്കുന്ന സമയത്ത് ഞാനവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ 1 ഗ്ലാസ് പയ്യെ അതിലേക്ക് ഒഴിക്കുക. അടുത്ത 1 ഗ്ലാസ് കൂടെ എടുക്കുക. അതിൽ കാണിച്ചോ, വെള്ളം ഒഴിച്ചു. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു സാധനം അടുത്തത് വീണ്ടും ഉപ്പ്, അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നോക്കാം. നല്ല മണം. ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിദ്ധാർത്ഥിനുണ്ട്. സിദ്ധാർത്ഥ്, വാ. എന്തിനാണ് ഇതൊക്കെ ബാക്കി വെച്ചത്? ഇത് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ചൊക്കെ ബുദ്ധി ആ തലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കൈയാണെങ്കിൽ ടേസ്റ്റ് നോക്ക്. കുറച്ച് കുഴിച്ച് വേണം കൈ അങ്ങോട്ട്. പ്രസാദം വായിക്കുമ്പോഴാണ് കൊള്ളാന്ന് എന്താണ് ആക്കുന്നത്. അങ്ങോട്ട് നോക്കി പറ. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇത് ഇളക്കണ്ട, ഇത് നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അഥവാ പെരട്ട് അത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചിക്കൻ കറി? എങ്ങനെയുണ്ട്? ഉള്ളത് പറ. കുഴപ്പമില്ല. ഉള്ളത് പറ അങ്ങോട്ട്. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ആണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ആട്ടി കളയും നിന്റെ മൂക്ക്. ഞാനിപ്പം എന്നുള്ള ആട്ടിൽ കളയും. ഇപ്പം ഇത് നമ്മളവിടെ ഇതാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഇത് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഗംഭീരമായിട്ട് ഇതങ്ങ് തുറക്കാം, ഓപ്പണിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം എൻ്റെ ഈ ഒരു കലാവിരുത് കുക്കിങ്ങിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജസ്റ്റ് വെറുതെ ഒരു തുടക്കം മാത്രം. ഇനി ഒത്തിരി മെനൂസും കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് എപ്പോഴും ഇല്ല കേട്ടോ. ഞാൻ ഒത്തിരി പിടിച്ചിരിക്കുന്നോണ്ട് കൊള്ളാം. തെറിച്ച് പോയാനേ കള്ള കാരണമൊന്നുമില്ല. ഞാൻ നല്ല കിള്ള സാധനങ്ങളൊക്കെ ഇനി വരാൻ പോകണേ ഉള്ളൂ. നോക്കിക്കോ, ഇനിയിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കും. വേണ്ട, ഉറപ്പാണ്. അച്ഛൻ ഐസ്ക്രീം ഞാൻ പല രീതിയിലുള്ള കേക്ക്സ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ആലു പറാഠ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ, എനിക്ക് ആലു പറാഠ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വേറെ വെറൈറ്റി രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കും. കുറച്ച് നെയ്യൊക്കെ വെച്ച് ഈ മറ്റേ ചപ്പാത്തി, നമ്മൾ നോർമൽ കഴിക്കുന്ന ചപ്പാത്തി കുറച്ച് കട്ടിയായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് മൊത്തം ആലു ഫിൽഡാണ്. അതും ഇച്ചിരി തൈരും മുളകും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ആലു പറാട്ടയും അതും കഴിച്ച് ഒരു അച്ചാറും കൂടെ സൈഡിൽ ഉണ്ടെങ്കിലല്ല. ഇപ്പം നമ്മൾ അതിലോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അതെടുക്കുക, എൻ്റെ പേര് എടുക്കുക വേണ്ട, ഞാൻ കഴിയൂല. ഇതെല്ലാം ആയിട്ടൊന്ന് തിന്നാൻ വരൂ, കറക്റ്റ് കഴിക്കാൻ ഒന്ന് വരൂ. അത് വേണേ നോക്കാം. നോക്കണ്ട, അപ്പൊ ഇതങ്ങ് കഴുകി വയ്ക്കി. ഇല്ലില്ല, അച്ഛൻ കഴിയാതെ. കഴിവരാങ്ങോട്ട്. ഇല്ലില്ല, അച്ഛൻ കഴിവ്. നീ ഒരു ജോലി ചെയ്യടാ. ഞാൻ ഇവിടെ ഇരിക്കില്ല, അത് ജോലിയല്ലേ? അതില്ല, ഒരു ജോലിയല്ല, അതൊരു ജോലിയാണ്. അല്ല, ഇപ്പം ആ മിക്സി അച്ഛൻ എല്ലാം പോയി കഴിവിക്കോ. ഇതുപോലുള്ള മക്കളുണ്ടെങ്കിൽ വളരെ നല്ല അച്ഛന്മാരും ഈ പറഞ്ഞ പോലെ മോശപ്പെട്ട അവസ്ഥയിലെത്തും. ഈശ്വര, ഒരു കുക്കിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. എന്നാലും നീ തന്നെ കഴിയാതെ. ഞാൻ നീ കഴിവ്.
ഞാൻ കഴിവില്ല അച്ഛാ. ഓടിക്കളഞ്ഞു. ഇനിയിപ്പോ ഞാനെല്ലാം കഴുകാം. കഴിക്കോ, അച്ഛൻ തന്നെ അല്ലെങ്കിലും കഴിവുള്ളൂ. എല്ലാം എന്റെ തലയിൽ. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. എനിക്കൊരു ചതിയായിട്ട് തോന്നൂല. തോന്നില്ല. എന്റെ ഓരോ അവസ്ഥ. നേരെ കഴിവങ്ങ്. നല്ല പിള്ളേരിത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവരുത്. നിങ്ങൾ പാവപ്പെട്ട ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന അച്ഛനെയും അമ്മയ്ക്കും വേണ്ടിയിട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് വളരുക. പഠിക്കണ എന്നെ വന്ന് വിളിച്ചിട്ട് എന്നെ അടുത്ത് കഴിവാൻ പറയണേണ് പാവപ്പെട്ട അച്ഛൻ. ഇവിടെ ഒരുത്തം തലയും ചൊറിഞ്ഞ് നിൽപ്പുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി ഓക്കെ. അങ്ങനെ ആ ജോലി കഴിഞ്ഞു. ഇനി നമുക്കതാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എനിക്ക് കഴിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയാക്കിയിരിക്കുന്നു. പുലാവ് അല്ലെങ്കിൽ നെയ്ച്ചോറ്. ഞാനത് ഇച്ചിരി പുലാവ് എന്നുള്ള രീതിയിലാണ് ആക്കിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ ക്യാരറ്റും ബീൻസും ഒക്കെ വരുമ്പോഴത്തേക്കും അവൻ ഒട്ടും വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസ് കഴിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവൻ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയെങ്കിലും വയറ്റിനകത്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ രണ്ടാമത് നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിലേക്ക്. ഇത് പുലാവ് കണ്ടിട്ട് മനസ്സിലാവില്ല. ഇനി അതിൽ നിന്ന് ചിക്കൻ കറി, അതും ഈ പറഞ്ഞ പോലെ ഒന്ന് നല്ലപോലെ ഇളക്കി. ആദ്യമായിട്ട് ഞാനാണ് കേട്ടോ ഇത് എടുക്കുന്ന. നല്ലോണം ഇളക്കി ചിക്കൻ കറി കുറച്ചെടുക്കുക. പിന്നെ ഞാൻ നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ടിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതാ സാലഡ് ഞാൻ നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ ഉള്ളിയും പച്ചമുളകും ടൊമാറ്റോയൊക്കെ ചേർത്ത് സാലഡ് ഉണ്ടാക്കി. കണ്ടപ്പോഴേ വായിന്ന് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടായിരിക്കും. ഒട്ടുമില്ല. ഒട്ടൂല. ഇത് പശയല്ല ഒട്ടാൻ. നല്ല ചളി. ഇതിങ്ങനെ കുഴയ്ക്കുക. ആ ഉള്ളിയുടെ ഗ്രേവിയും ഒക്കെ ഇട്ട് കുഴച്ചതിന് ശേഷം ഓ എൻ്റെ പൊന്നെ സൂപ്പർ കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണതല്ല, ബ്യൂട്ടിഫുൾ. ഒരുപാട് ഇട്ടാ കൊതിയം വന്നിട്ടുണ്ട്. ഒരു വാ കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചപ്പോഴത്തേക്കും നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ കഴിക്കൂല. പുറത്തുവാ. ആ മുളക് ശരിയായില്ല ഏട്ടാ. എന്ത് വാഴ വെള്ളം ഇതിനകത്ത് വീടില്ല വെള്ളം. ഞാൻ വെള്ളം വീടില്ല. നേരെ കഴിയാങ്ങോട്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവൻ എത്ര നന്നായാലും ഇങ്ങനെ പറയുള്ളൂ കേട്ടാ. പിന്നെ കുഴപ്പമില്ല. ഗംഭീരമായിട്ടുണ്ടാ ഇല്ലെന്നടാ. പോടാ. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും നന്നാവും.
അതൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ സൂപ്പറായിട്ട് നെയ്ച്ചോറ് അഥവാ പുലാവ്. ഇപ്പോൾ പുലാവ് ആയത് ഞാൻ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നെയ്ച്ചോറായിരുന്നതിന് ചിക്കൻ കറിയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് കഴിക്കണം എന്നുള്ളതുകൊണ്ട് പപ്പടം പൊരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ സ്പെഷ്യല് പുലാവ്, ചിക്കൻ കറി, സാലഡ്. ഇത് അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇരുന്ന് കൊതി ഇട്ടുകൊണ്ടിരിക്കുക സൈഡിൽ. ഇനി കൊതിയൊന്നുമില്ല. അത് കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച പോലും എൻ്റെ വീണ്ടും ഒട്ടിത്തുടങ്ങി. എന്ത് കഷ്ടം. ആ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കൊതി കിട്ടുന്നുണ്ട്. ഒന്നും തുറന്ന് സമ്മതിക്കില്ല. നോട്ടം മൊത്തം ഇതിലാണ്. എനിക്ക് കൊതിയൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും. ഇതിൻ്റെ അകത്താണ് കണ്ണിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കണമൊന്നുമില്ല. എന്താ അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ചെയ്യണോ? അങ്ങനെ ചെയ്താൽ വേണമെങ്കിലല്ല സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പ്ലീസ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ കാണാം. See you. Bye-bye. ബൈ. Take care. Love you all.